നല്ല പഴുത്ത പഴം കൊണ്ട് കുറേ മുമ്പ് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ വീണ്ടും ഷെയർ ചെയ്യുന്നത്. ഇത് മക്കൾ ഉണ്ടാക്കാൻ പറഞ്ഞ് വീണ്ടും ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാ പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വെന്ത് അലിഞ്ഞ് നല്ലോണം ഉടഞ്ഞ രീതിയിൽ അങ്ങനെ ആക്കിയെടുക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരത്തിനായിട്ടുള്ള പഞ്ചസാര നമ്മൾ ഇതിൽ കുറേശ്ശെയായിട്ട് ചേർക്കാം. അപ്പോൾ ഇവിടെ 1/4 കപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ട്. വീണ്ടും കുറച്ചും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളകി നല്ല ലൂസാക്കി എടുക്കണം. ഇനി ഇതിലോട്ട് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എത്രമാത്രം ലൂസിലാന്ന് വേണ്ട അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. നമുക്ക് കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് ലെമണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ചെറുനാരങ്ങേണ്ട നീര് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ലൂസിലാണ് ഉള്ളത്. ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി നമ്മൾക്കൊരു കണ്ടെയ്നറിലാക്കി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ച് കൂടെ കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ലൂസാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമ്മളിത് ചൂടോട് കൂടി തന്നെ ഈ ഒരു ബ്രെഡിലോട്ട് നന്നായിട്ട് സ്പ്രെഡാക്കി ജാം പോലെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും.